ഹലോ, ഹെഡ്മിനുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സാധാരണ ഞാൻ സ്മൂത്തി എടുക്കുമ്പോൾ ഓട്സ് ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇന്ന് ചൂടാക്കിയിട്ടില്ല, ഓട്സ് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, മധുരത്തിന് വേണ്ടി ഇത്തിരി ഈന്തപ്പഴം, പിന്നെ കാഷ്യൂ ഇട്ടിട്ടുണ്ട്, ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് ചിയാ സീഡ് കുതിർത്തത് ഒഴിച്ച് അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ നടത്തിയ പ്രയറിന്റെ വീഡിയോ ഇട്ടു. ഒത്തിരി പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. ഒക്കെ ഒത്തിരി സന്തോഷം കേട്ടോ, നിങ്ങൾ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും. അപ്പൊ അതിനകത്ത് ഒന്ന് രണ്ട് പേര് പ്രത്യേകം പറഞ്ഞിരുന്നു പ്രയർ ഫുള്ളായിട്ടൊന്നും ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, ഈവൻ പ്രസംഗത്തിന്റെ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചർച്ചിലെ VBSന്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ VBSൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചവർക്ക് ഇപ്പം പ്രവർത്തിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും. വരുമോ വേണ്ട? അപ്പൊ നമുക്ക് വേഗത്തിലൊരു സോങ് പഠിക്കാം. റെഡിയാണ് എല്ലാരും? ഒരു പെട്ടി ബോക്സ്, ഒരു ബോക്സിനകത്ത് നിറച്ചും കേക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നിങ്ങൾ വാനിഷ് ചെയ്തത്. എന്താണല്ലേ? കേക്ക് വാനിഷിങ് കണ്ടായിരുന്നോ? സ്വന്തം പിള്ളൈ പിള്ളൈ എന്ന് പറഞ്ഞ എന്താണ്? യേശുവിന്റെ പെങ്ങളോ? മക്കളാണ് നമ്മൾ. എന്നുള്ളിൽ കള്ളമില്ല എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ഹൃദയത്തില് അതിനാല് പിശാച് കിട്ട വരാതെ പഠിക്കേ. അതിനാലെ ദിനം ദിനം തുതിത്തിടുവേ. എല്ലാ പ്രാവശ്യവും VBSന് ധാരാളം കുട്ടികൾ വരാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം 200-നും 250-നും ഇടയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ഏരിയയിലുള്ള, ഞങ്ങളുടെ ചർച്ചിലുള്ള കുട്ടികൾ മാത്രമല്ല ഇത്, അടുത്ത ഏരിയയിലുള്ള എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ കുഞ്ഞുങ്ങളും വരാറുണ്ട്. നമ്മൾ ജീപ്പ് വിട്ടുകൊടുക്കാറുണ്ട്. പ്രത്യേകം 5-6 സർവീസ് ജീപ്പ് തന്നെ ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് കാലാവസ്ഥയൊക്കെയാണല്ലോ. ഒറിജിനൽ സോങ് ഞാൻ ഇടാത്തത് എനിക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. കാരണം പിന്നെ കോപ്പിറൈറ്റ് വന്നാൽ എന്റെ ചാനല് തന്നെ ഇല്ലാതാകും. അതും നമ്മൾ നോക്കണമല്ലോ. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറെയൊക്കെ പാട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ പഠിപ്പിച്ച് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് കഥയൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ഈ സ്റ്റെഫിൻ സാറിന്റെ ബർത്ത്ഡേ ആണ്. സ്റ്റെഫിൻ സാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് മാസ്റ്ററോട് മുമ്പോട്ട് വരണം. ആർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ പാടാൻ അറിയാം? കൈ നോക്കി. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോവാണ്. പ്രാർത്ഥിച്ച ശേഷം നമ്മളെല്ലാവരും പാട്ട് പാടുവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ വർഷവും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട VBS സംഘടനമായി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നിട്ട 2 ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നത് ഈ 3ാമത്തെ പകലിലും കഴിഞ്ഞ 27 വർഷക്കാലം ആരോഗ്യത്തോട്, സൗഖ്യത്തോട്, ബലത്തോട്, സമാധാനത്തോട് ദൈവം അവിടുന്ന് പരിപാലിച്ച ദൈവത്തിനും നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
നമ്മുടെ ഈ ചർച്ചിന്റെ PYP-യുടെ, അതായത് ഞങ്ങളുടെ യൂത്ത് ഡിപ്പാർട്ട്മെന്റ് അഫിലിയേറ്റ് ഈ നിൽക്കുന്ന അച്ഛന്മാരും ചേച്ചിമാരും എല്ലാവരുടെ ആൾക്കാരാണ് PYP-യുടെ ആയിട്ടും ചർച്ചിന്റെ ആയിട്ടും VBS-ന്റെ ആയിട്ടുമുള്ള ഗിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചായൻ സ്റ്റെഫിൻ സാറിന് കൈമാറുന്നതാണ്. Are you ready? അപ്പോൾ നമ്മൾ എല്ലാവരും ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സ്റ്റെഫിൻ സർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you, may the angels keep you, may the good God bless you, Stephen sir. Happy birthday to you. യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. ഇപ്പോ താങ്ങി എന്നെ ഉയർത്തും, ചേർത്ത് എന്നെ അണയ്ക്കും, താങ്ങി എന്നെ ഉയർത്തും, എന്നെ അണയ്ക്കും, എന്നെന്നും എല്ലാവരും നീതെന്ന് പറയും, എന്നെന്നും ഈ സന്തോഷം പിന്നെ യേശു എന്നെ ഒന്നുകൂടെ എന്റെ യേശു നല്ല ഈ വീഡിയോയ്ക്ക് വലിയ വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല എത്രത്തോളം ആളുകൾക്ക് ഇതൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷേ ചർച്ചിലുള്ള ധാരാളം പേര് ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. കാരണം വീഡിയോ എടുക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചർച്ചിലെ ധാരാളം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. പിന്നെ കാണാൻ ആഗ്രഹമുള്ളവർക്കും VBS-ന് പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ കാണും. അവർക്ക് ഈ ആക്ഷനൊക്കെ കണ്ടിട്ടൊന്ന് പഠിക്കണമെന്ന് തോന്നുന്നെങ്കിലോ അത് കണ്ടിഷ്ടപ്പെടണമെങ്കിലോ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം ഇതൊക്കെ കണ്ടപ്പോ ഞാൻ എന്റെ ചെറുപ്പത്തിലോട്ടാ. കാരണം ചെറുപ്പത്തില് സ്റ്റുഡന്റ് ആയിട്ടും ടീച്ചറായിട്ടും ധാരാളം VBS-ൽ ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. എന്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ടുള്ള VBS ഓർമ്മകൾ എനിക്കുണ്ട്. അതിനുശേഷം ടീച്ചറായി. അതിനുശേഷം ബോംബെയിൽ പോയി. ബോംബെ പോയിട്ട് അവിടുത്തെ ചർച്ചിൽ ആക്റ്റീവ് ആയിരുന്നു, വർഷിപ്പ് ലീഡ് ചെയ്യാനായാലും. അതിനുശേഷം നാട്ടിൽ വന്നു ഇത്തിരി ഒതുങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്കങ്ങ് ഭയങ്കര സങ്കടമാണോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. പാട്ട് ഉൾപ്പെടെ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ കോപ്പിറൈറ്റിനെ പേടിച്ചാണ്. ഇതിന്റെ ഇടയ്ക്ക് കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളെല്ലാം പിന്നെ റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും നോക്കാം. ഇടയ്ക്കൊക്കെ ഞാൻ സോങ് ആഡ് ചെയ്യുന്നുണ്ട്.
ലാസ്റ്റ് ദിവസം റാലി ഉണ്ട്. ഞാൻ അതിന് പോകുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചായിരുന്നു. റാലിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് പോയാൽ മതി എന്നാണ് വിചാരിച്ചത്. അപ്പൊ തലേന്ന് വൈകിട്ട് പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും വരണം, വീഡിയോ എടുക്കണം. നമ്മുടെ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുന്നവരാണ്, നമുക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഞാനും പോയി വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഇതുപോലെ വാക്യങ്ങൾ വിളിച്ചു കൊടുക്കാനായാലും റാലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തൊണ്ടയൊന്നും കാണത്തില്ല അന്ന് ആ കാലത്ത്. ഇപ്പോഴത്തെ അല്ല കേട്ടോ, അന്നത്തെ കാലമൊക്കെ ഒരു കാലം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എത്രയൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു എന്നെ പോലെ ഇതുപോലെ VBSനൊക്കെ പ്രവർത്തിച്ച ധാരാളം പേര് ഇപ്പോൾ കേരളത്തിന് പുറത്ത് കാണും, അല്ലെ പോവാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഉള്ളവര് കാണും. അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇതേക്കുറിച്ച് അറിയാവുന്നവർക്ക്. കഴിഞ്ഞ പ്രാവശ്യവും ടീച്ചറായിട്ട് എന്നെ വിളിച്ചിരുന്നു, ഇപ്രാവശ്യവും വിളിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എന്റെ ജോലി, എന്റെ ബിസിനസിനെ കുറിച്ച് എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇത് സ്ഥിരം എന്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം. ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ പോകുമെന്ന് വെച്ചാൽ എനിക്ക് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഇടയ്ക്ക് ഞാൻ പോയിരുന്നു ഒരു 10:30 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. കാരണം 11:30 ബ്രേക്ക് ഉണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കൊടുക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ആള് വേണം അതിന്. വെള്ളം കൂട്ടാനായാലും സ്നാക്സ് ഒക്കെ കൊടുക്കാനായാലും ആ സമയമാകുമ്പോൾ ഞാൻ പോയിട്ട് പിന്നെ എല്ലാം തീർന്നിട്ട് 1 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു വരുന്നത്. അല്ലാതെ ഫുൾ ടൈം പോവാൻ എനിക്ക് ഈ പ്രാവശ്യം പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ റാലിയൊക്കെ പോകുന്ന ഇതുപോലെ തൊപ്പിയൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമാണ്. സമാപന സമ്മേളനത്തിൽ തുടക്കം വയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച തൊഴിലുകളിൽ വലിയ ആലന്മാർ പങ്കെടുത്ത ഈ സുവിശേഷ റാലി ഞങ്ങൾ എതിർക്കുന്ന പട്ടണം ചുറ്റി ഈ സഭാകോമത്തിൽ എത്തിച്ചേരുവാൻ ദൈവകൃപയായി സ്തോത്രം. യാത്ര ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തനായി സ്തോത്രം. നന്ദി അറിയിക്കുന്നു. രാവിലെ 8:30 റാലി പോയായിരുന്നു. കാരണം സമയം പോകുന്തോറും വെയിൽ കൂടുമല്ലോ, അതുകൊണ്ട് വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് ഏകദേശം ഒരു 9:30 ആയപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, വെള്ളം കുടിയൊക്കെ കഴിഞ്ഞു. വന്നതിന് ശേഷം കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഉണ്ടായിരുന്നു. ഇതെല്ലാ ദിവസവും ഉള്ളതാണ് കേട്ടോ. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കൂൾ ഡ്രിങ്ക്സും സ്നാക്സും കൊടുക്കും, കാരണം രാവിലെ വരുന്നതാണല്ലോ. അതിനുശേഷം 12:30 ആകുമ്പോൾ തീരും, അതുപോലെ ജീപ്പിൽ കൊണ്ടുവിടും. ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന പലരും കണ്ടേക്കാം, നിങ്ങളുടെ ബന്ധുക്കൾ കാണുമായിരിക്കാം, അയൽക്കാർ കാണുമായിരിക്കാം. അപ്പം എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ചർച്ചിലെ എല്ലാരും ഒന്നും സംബന്ധിച്ചിട്ടില്ല. സ്റ്റുഡൻസും അവരുടെ പേരൻസും പിന്നെ സമയമുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് VBSന്റെ ലാസ്റ്റ് ദിവസം വരുന്നത്.
ധാരാളം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോഗ്രാംസിന്റെ എനിക്ക് മ്യൂസിക് ഒന്നും ഇടാൻ പറ്റില്ല, എങ്കിലും ഇടാൻ പറ്റുന്നതിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആക്ഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ചിലർ നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങള് നല്ല വൃത്തിക്ക് അവർ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾ കുറെയൊക്കെ നല്ലതുപോലെ ചെയ്യും, കുറെയൊക്കെ അവരുടെ ചാട്ടവും മേളവും അവർക്കൊരു എന്താണ് ഒരു രസം അതാണ്. അപ്പൊ ചിലർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവരുടെ പ്രത്യേകം വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. പിന്നെ പഴയ കാലമല്ലല്ലോ, ഞങ്ങളുടെയൊക്കെ VBS എന്ന് പറയുന്നത് ഇതുപോലെ ലാപ്ടോപ്പും സ്ക്രീനും അങ്ങനെയൊന്നുമില്ല, മ്യൂസിക്കോ അങ്ങനെയൊന്നും ഇല്ല. അല്ലാതെ തന്നെ പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ തന്നെ പാടി ആക്ഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ കാലം മാറി, അതനുസരിച്ച് സംവിധാനങ്ങളും മാറി. റോണി ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, പഠിക്കോ? അവർ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ പാട്ട് പാടണം. പാടാൻ റെഡിയാണോ? നീ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലേ? അതെന്താ? പാസ്സാൻഡി ഒന്നും കൊടുത്തില്ലെന്നാണ് പറയുന്നത്. ആസാൻഡി എന്ത് ചെയ്യേ? അയ്യോ, ഇല്ല, പാസ്സാൻഡി നീ ഇവിടെ VBSന്റെ റാലിക്കൊക്കെ പോയിരിക്കും, അതുകൊണ്ടാണ്. പാസങ്ങളെ ഇപ്പഴാ കണ്ടേ. ഓക്കെ, അപ്പൊ വേഗം പാട്ട് പാടുന്നു. റെഡി 1 2 3 4. എടാ, VBSന് വന്നിട്ട് കാക്കേ കൂടെ എവിടെയെന്നാണോ പാടുന്നത്? പിന്നെ ഏത് പാട്ടാ പാടുന്നത്? VBSന്റെ പാടല്ലേ പാടണേ? എന്നാ വേറൊരു പാട്ട് നീ പാടാവോ? പാട്ടൊക്കെ അറിയാം നിനക്ക്? നീ അവിടെ VBS പഠിച്ചിട്ടുണ്ട്? US പുള്ളിക്കാരൻ VBS ഒക്കെ പഠിച്ചിട്ടാ വന്നത്. സമയം നമുക്കില്ല. റോഡി, നീ വേഗം ഒരു കഥ പറയോ? ഒരു സ്റ്റോറി കുഞ്ഞുങ്ങളോട് പറയാവോ? റോണി ഒരു സ്റ്റോറി പറയാൻ പോണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ആരുടെ കഥയാണ് നീ പറയാൻ പോകുന്നത്? ആനയുടെ കഥ. എത്ര പേരുടെ വീട്ടിൽ ആനയുണ്ട്? കുഴിയാനയാണ് വീട്ടില്? ആനയുണ്ടോ? കുഴിയാനേ ഉള്ളൂ. ഓക്കെ, കുഴിയാന. ഇത് കുഴിയാനെ കുറിച്ചല്ല, വലിയൊരു ആനയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ വേഗം നീ പറയുന്നു. ഒരിടത്തൊരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ആനയ്ക്ക് എന്ത് പറ്റി? ആന എങ്ങനെ നടന്നു പോകുന്നത്? കാലുമുണ്ടല്ലേ? കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ്. ഓക്കെ, അപ്പൊ ആന ഇങ്ങനെ നടന്ന് പോവുകയാണ്. നടന്ന് ഒത്തിരി ദൂരം നടക്കാനുണ്ടോ? കൊറേ ദൂരം നടന്നേ. ഓക്കെ, അപ്പൊ നടന്ന് നടന്ന് പറ. മറന്നുപോയോ? സാരില്ല. നിങ്ങൾ കളിയാക്കല്ലേ? റോണിയെ കളിയാക്കല്ലേ? അപ്പൊ വേഗം ഒരു വാക്യം പഠിപ്പിക്കും. ഈ റോണിയുടെ ഒരു കുറുമ്പുണ്ട്. റോണി ചിലപ്പോ തെറ്റിച്ച് വാക്യം പറയും. നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കത് പറയണം. ഓക്കെ, റെഡിയാണോ? റോണി ഒരു വാക്യം പറയാൻ പോവുകയാണ്. റെഡി 1 2 3 4. എല്ലാവരും പറഞ്ഞു. എല്ലാവരും റോണിയുടെ കൂടെ പറഞ്ഞു. യഹോവ എന്റെ അളിയനാകുന്നു എന്നാണോ ബൈബിളില്? അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ശരിക്കും പറയണം. തെറ്റിച്ച് റോണി ചിലപ്പോ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തെറ്റിച്ച് പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയാക്കണം. ബൈബിളിലെ വചനങ്ങൾ തെറ്റിച്ച് പറയരുത്. ടെസ്റ്റ് ചെയ്താ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന. ഒന്നുകൂടെ പറയുന്നു. അപ്പൊ റോണി പൊക്കോട്ടെ. റോണിക്ക് എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ? എല്ലാരും നല്ല കൂട്ടുകാരായിരിക്കും. അപ്പൊ നല്ല കൂട്ടുകാരായിട്ടിരിക്കണം. ബൈബിള് വായിക്കണം. പ്രാർത്ഥിക്കണം. ടീച്ചേഴ്സിനെയും പേരൻസിനെ ടീച്ചേഴ്സിനെ എന്ത് ചെയ്യണം? അനുസരിക്കണം. റോണിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? റോണിയുടെ വീട്ടുപേരാ? റോണിയുടെ വീട്ടുപേര് സിക്ലോസാക്കി. നമ്മുടെ മാജിക് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ആർ യു റെഡി?
കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഡെയിലി ധാരാളം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ആക്ഷനും അങ്ങനെയുള്ളതെന്ന് മാത്രമല്ല, ധാരാളം ആക്ടിവിറ്റീസ്, പിന്നെ പപ്പറ്റ് ഷോ, അതുപോലെ മാജിക്. പപ്പറ്റ് ഷോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഒരു ക്യൂട്ട് വോയിസും കുറെ ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്താണ് ഇത്ര ആക്കിയത്. കാരണം അത് ഫുൾ ഇടുവാണെങ്കിൽ ധാരാളം സമയം എടുക്കും. അതുപോലെ തന്നെ ഈ മാജിക് ഷോ എന്ന് പറയുന്ന പേരിന് വേണ്ടി ഒരു മാജിക് ഷോ ആണ്, പക്ഷേ അത് ബൈബിൾ സ്റ്റോറീസും വാക്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അത് കുട്ടികളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് രജിസ്റ്റർ ആവും. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, +2 കൊമേഴ്സും എക്കണോമിക്സും ഒക്കെ പഠിപ്പിച്ച സാറുമാര്, എക്കണോമിക്സ് ശശാങ്കൻ സാറ് പഠിപ്പിക്കുമ്പോൾ പുള്ളി കുറേ കഥകൾ പറഞ്ഞ ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് അത് മനസ്സിലാവും. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ടഫാണല്ലോ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും, മറന്നു പോകത്തില്ല. അതേ രീതിയിലാണ് ഇവിടെയും ബൈബിൾ സ്റ്റോറീസ് ഒക്കെ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തത്. VBS എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ഷൻ പഠിപ്പിക്കുക, വാക്യങ്ങൾ പഠിപ്പിക്കുക, നല്ല ഒരു എൻജോയ്മെന്റ് ആണ്. അത് മാത്രമല്ല, പ്രായമായവർക്കും ടീച്ചേഴ്സ് ആയാലും സ്റ്റേജിൽ കയറി അവർക്ക് ആക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം. എത്രയൊക്കെയാണേലും നമ്മൾ പ്രായമാവും തോറും നമ്മുടെ ഉള്ളിൽ ഒരു ശിശുവുണ്ട്. നിങ്ങളുടെ ആർക്കൊക്കെ അതിങ്ങനെ തോന്നിയിട്ടുണ്ട്? യൂത്ത്സ് എല്ലാവരും കൂടെ പൊളിച്ചടുക്കി എന്ന് പറയുന്നതാവും ശരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ ആക്ഷൻസും ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സഭാകമ്പം ഇല്ലാതെ, നാണംകേട് ചിന്തിക്കാതെ ഈ കുഞ്ഞുങ്ങളൊക്കെ കയറി ഡാൻസ് കളിച്ചപ്പോ എല്ലാം ഞാൻ ആ കാലത്ത് ഇതുപോലെ സ്റ്റേജിൽ കയറി ഡാൻസ് ആക്ഷൻ കാണിച്ചതും, അന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം നമ്മളും കയറി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചെല്ലാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്നൊന്നും ഇതുപോലെ മ്യൂസിക് ഇല്ല. ഇപ്പൊ എല്ലാം മ്യൂസിക് ഇട്ടാണ്, ആ പാട്ടിട്ടാണ് ആക്ഷൻ കാണിക്കുന്നത്. അന്നത്തെ കാലത്തെന്ന് പറയുന്നത് ടീച്ചേഴ്സ് തന്നെ പാടിക്കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അന്ന് എല്ലാ ക്ലാസ്സുകാർക്കും പാടിക്കെടുക്കുന്ന ഒരാൾ വാടകയ്ക്ക് എന്നെയായിരുന്നു എടുക്കുന്നത്, പാട്ടുപാടി കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോഴേ മനസ്സുകൊണ്ട് ഞാനും ഇവരോടൊപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ. കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും ചാർട്ടിൽ ഇങ്ങനെ വരച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം ചെയ്തെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? ഉറക്കെ പറ, പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്തിരി നേരം എന്നെ ഒന്ന് കാണാൻ പോവാണ്. കാണുന്ന എല്ലാവരും ചിന്തിക്കും ഇത് എന്ത് കോലമാണ് ബെൻസിന്ന്. അതിന്റെ റീസൺ ഞാൻ പറയാമേ. ആദ്യമായിട്ട് പ്രിയ ബ്രദർ ജോസ് ജോയ് ഒന്ന് മുമ്പിലോട്ട് വരാമോ? ബെൻസി ചേച്ചിയും കൂടെ വന്നാൽ നല്ലതായിരുന്നു. ഇവര് 2 പേരും ഞങ്ങളുടെ ചർച്ചിലെ യൂട്യൂബർ ഫാമിലിയാണ്. ഹെൽപ്പ് മീ ലോഡ് എന്നാണ് അവരുടെ ചാനലിന്റെ പേര്. എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബ് എടുത്തിട്ട് ഫോൺ എടുക്കുക, യൂട്യൂബ് എടുക്കുക, ഹെൽപ്പ് മീ ലോഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യുവോ? ഓക്കെ. അപ്പോ ഈ ചിത്രം വരച്ചതാരാ? കേസിയ സജി. എന്ത് വന്നില്ല? കേസിയ സജിയുടെ ചർച്ചിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓക്കെ. പകരം ടീച്ചർ മുന്നോട്ട് വരാമോ? ഈ ചിത്രത്തിനാണ് 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോ നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട ജോസ്റ്റാനും ബെൻസി ചേച്ചിയും ചേർന്ന് 3ാം സ്ഥാനത്തിനുള്ള സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ആ സ്പോട്ടിലാണ് വിളിക്കുന്നത്. നേരത്തെ അറിയായിരുന്നില്ല. ചൂടെടുത്ത് മുടിയൊക്കെ മണ്ടേ വാരി കെട്ടി ആ ഒരു കോലത്തിലാണ് ഞാൻ അവിടെ നിന്നത്. അടുത്തത് 2ാം സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ PYPയുടെ മുൻ പ്രസിഡന്റ് എബനേസർ PYPയുടെ മുൻ പ്രസിഡന്റ് ബ്രദർ ടോബിൻ തങ്കച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫിയോണ ബിജു, തിങ്കേഴ്സിലെ
ഓടിവാ, നല്ലൊരു കൈയടി കൊടുക്ക്. ആമ്പിള്ളേരെന്താ കൈകൊട്ടാത്ത? ഓക്കെ, പിയോണയ്ക്കുള്ള സമ്മാനം പ്രിയ ടോമിനച്ചാൻ കൊടുക്കുന്നു. താങ്ക് യു ടോമിനച്ച. അടുത്തതായി 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്, അത് പറയുന്നതിന് മുമ്പ് ആ സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൊട്ടാരക്കര സെൻട്രൽ PYPയുടെ വൈസ് പ്രസിഡന്റും നമ്മുടെ എബനസർ PYPയുടെ സെക്രട്ടറിയും ആയിരിക്കുന്ന ജിജോ അലക്സാണ്ടറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചിത്രം വരച്ച അലീന സന്തോഷ്, തിങ്കേഴ്സിലെ, ഓടിപ്പോരെ, നല്ലൊരു കൈയ്യടി കൊടുക്കേ. അലീനയ്ക്കുള്ള സമ്മാനം ഇപ്പൊ പ്രിയ ജിജോ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു. പ്രത്യേകിച്ചും ഈ ഒരു VBSനോടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഇവിടുത്തെ PYPയിലെ അച്ഛച്ചന്മാരും ചേച്ചിമാരുമാണ്. PYPയിലെ അച്ഛച്ചന്മാരും ചേച്ചിമാരും എല്ലാം മിക്ക ദിവസങ്ങളിലും 10, അച്ഛച്ചന്മാരൊക്കെ 10:30 വരെ, ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും 10:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ 11 മണി വരെ PYPയിലെ അച്ഛച്ചന്മാരും ചേച്ചിമാരും ഒക്കെ റാലിയുടെ തയ്യാറെടുപ്പുകൾക്കും പ്ലേ കാർഡ് ഉണ്ടാക്കാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം നിന്നതിന് നന്ദി. അങ്ങനെ ഈ വർഷത്തെ VBSും അവസാനിച്ചു. വളരെ നല്ലൊരു VBS ആയിരുന്നു. അവസാനം ചാമ്പ്യന്മാരായവർക്ക് ട്രോഫിയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. പിള്ളേർക്കൊരു സന്തോഷം. ലാസ്റ്റിലെ കലാശക്കൊട്ടെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്റെ ദൈവമേ, ഞാൻ സ്റ്റേജിൽ നിന്ന് വീഡിയോ എടുത്തിരുന്നപ്പോ പാസ്റ്റർ എന്നെ അങ്ങോട്ട് നിർബന്ധിച്ച് അതിന്റെ ഇടയ്ക്കോട്ട് പറഞ്ഞു വിട്ട്, എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ആ കൊച്ചുകൂടെ കൂടെ പോയി ഡാൻസ് കളിക്ക് എന്നൊക്കെ എന്നെയും പറഞ്ഞു വിട്ടു. എന്നെ പിള്ളേരെല്ലാം കൂടെ ഇടിച്ചൊരു പരിവമാക്കി. അവസാനത്തെ എന്താണ്, പിള്ളേർക്ക് അവസാനമായിട്ട് ഈ വർഷത്തെ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു കേട്ടോ. അപ്പൊ കാണുന്ന ചിലർക്കെങ്കിലും തോന്നും ഇത് എന്തുവാണ്, പാട്ടിനനുസരിച്ചൊന്നും അല്ലല്ലോ ഈ കുഞ്ഞുങ്ങള് കാണിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ ചില കുഞ്ഞുങ്ങൾ വെറുതെ കടന്ന് ചാടുന്നുണ്ട്. നമുക്ക് കൂടുതൽ പട്ടാളച്ചിട്ടയോട് ഇവരെ പിടിച്ചിരുത്താനും പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന കുറെ സമയം ഒരുമിച്ചവരെ ഇരുത്താൻ കിട്ടിയാൽ ഭാഗ്യം, അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ, ഈ കുഞ്ഞുങ്ങളൊന്നും ഇത്ര നേരം ഒന്നും അടങ്ങിയിരിക്കുന്ന പിള്ളേരൊന്നുമല്ല. പിന്നെ രാവിലെ 8:30 തൊട്ട് 12:30 വരെ ഇവരിങ്ങനെ അടങ്ങിയിരിക്കുന്നു, പാട്ട് കേൾക്കുന്നു, ഡാൻസ് കളിക്കുന്നു, വാക്യങ്ങൾ പഠിക്കുന്നു. ടീച്ചേഴ്സ് അവരോടൊപ്പം, ഈ ടീച്ചേഴ്സ് ഇവരോടൊപ്പം ഒക്കെ കളിക്കുമ്പോൾ ഈ വലിയ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് കേട്ടോ. ചില കുട്ടികൾ മിണ്ടാതെ നിൽക്കും. അപ്പോ ലാസ്റ്റില് ചിക്കൻ ബിരിയാണി ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ കഴിച്ച് അവരെ അവരുടെ വീടുകളിലൊക്കെ കൊണ്ടാക്കി. ഈ വർഷത്തെ VBS തീർന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് എടുത്താല് ഇന്നത്തെ വ്ളോഗിൽ കുറെ ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ ചിന്തിക്കും. അപ്പൊ ലാസ്റ്റിലും കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീച്ചറായിട്ടും സ്റ്റുഡന്റ് ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഈ 2 സമയത്ത് ടീച്ചറായിട്ട് നിന്നപ്പോഴും സ്റ്റുഡന്റ് ആയിട്ട് നിന്നപ്പോഴും ലാസ്റ്റ് ദിവസം കരഞ്ഞ് നിലവിളിച്ചാണ് വീട്ടിൽ പോകുന്നത്. കാരണം സ്റ്റുഡന്റ് ആയിട്ടിരുന്ന സമയത്തും VBS തീർന്നല്ലോ, ടീച്ചർമാരെ ഇനി കാണാൻ പറ്റില്ലല്ലോ, ഡയറക്ടേഴ്സിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം. ടീച്ചറായിട്ടിരുന്ന സമയത്തും കുട്ടികളെ കാണാൻ പറ്റില്ലല്ലോ ഇത്രയും ദിവസം. കാരണം നമ്മൾ സാധാരണ ഒരു സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതും VBS പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്രയും ദിവസങ്ങൾ കൂടുതൽ ഇവരുമായിട്ട് ഇടപഴകുവാണ്. നമ്മുടെ ഫുൾ ടൈം അവരോടൊപ്പം ചെലവഴിച്ച് ആ ഒരു രീതിയാണ്. അന്നൊക്കെ എന്ന് വെച്ചാൽ ടീച്ചറായിട്ട് ഇരിക്കുന്ന സമയത്ത് 8:30ക്കാണ് VBS തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 7:45, 8 മണിക്ക് ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം തലേന്നത്തെ എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്ത് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അന്നൊക്കെ. കുറച്ചുകൂടി ബെസ്റ്റ് ടീച്ചറിനുള്ള അവാർഡ്, ബെസ്റ്റ് ക്ലാസ്സിനുള്ള അവാർഡ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ള സമയമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇത്രയും ഇടപഴകുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഈ കുഞ്ഞുങ്ങളൊന്നും ഈ ടീച്ചർമാരെ മറക്കത്തുമില്ല കേട്ടോ. എന്റെ ഒരു അനുഭവമാണ്.
എനിക്ക് തോന്നുന്നു ഒരു വർഷമെങ്കിലും ആയിക്കാണ് എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ പിന്നീട് വീണ്ടും കമന്റ് വന്നു, ഞാൻ വിവേകാണ്, എന്നെ ഓർമ്മയുണ്ടോ, പണ്ട് VBSന് ചേച്ചി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, കിച്ചൺ ഡാൻസ് ഒക്കെ ചെയ്തപ്പോ നമുക്ക് പ്രൈസ് കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടോന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ടത് കേട്ടോ. അന്നത്തെ VBSന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വെച്ചതായിരുന്നു കിച്ചൺ ഡാൻസ്. അതായത് നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്തുകൊണ്ടൊരു ഡാൻസ്. അതിനകത്ത് കുക്കറുണ്ട്, കുട്ടുകുറ്റിയുണ്ട്, ഇഡലി പാത്രമുണ്ട്, തവിയുണ്ട്, സ്പൂണുകളുണ്ട്, അങ്ങനെയുള്ള കിച്ചണിൽ എന്തൊക്കെയുണ്ടോ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ്. അന്ന് ആ ബെസ്റ്റ് പ്രോഗ്രാമിനുള്ള പ്രൈസും ഞങ്ങൾക്കായിരുന്നു. പല വർഷങ്ങളിലും ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡും കിട്ടിയിരുന്നു. അപ്പോ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഈ വിവേകം എന്ന് പറയുന്ന പയ്യൻ 4ലോ 5ലോ എങ്ങാണോ ആയിരിക്കണം, അത്ര കുഞ്ഞാണ്. അപ്പൊ അതൊക്കെ ആ കുഞ്ഞുങ്ങൾ ഇപ്പൊ എത്ര വയസ്സ് കാണും, എത്ര പ്രായമായി കാണും, ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നതേ. അപ്പൊ ഈ VBS ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇപ്പോഴും അഭിമാനിക്കാം. കാരണം എന്തെങ്കിലും ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കാണും, തിരിച്ചറിയും. അപ്പൊ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. അപ്പൊ ലാസ്റ്റില് ഞങ്ങളും ഊണ് കഴിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ പാസ്റ്ററിന്റെ സ്ഥലം മാറ്റമാണ്. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു പാസ്റ്റർ വേറെ ഇല്ല. യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ബിസിനസ് കാര്യത്തിലായാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാരണം പ്രയർ ഒക്കെ ഉള്ള സമയത്ത് പാസ്റ്റർ പറയും, തുടക്കത്തിലേ വന്നില്ല എങ്കിലും കിട്ടുന്ന 1 മണിക്കൂറെങ്കിലും ലാസ്റ്റ് എങ്കിലും നിങ്ങൾ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരണം, വരാതിരിക്കരുത്. നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാസ്റ്ററായിരുന്നു. അപ്പൊ ഇനി വരുന്ന പാസ്റ്ററും അതുപോലെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു വ്ളോഗുമായിട്ട്, നമ്മുടെ ഡെയിലി വ്ളോഗുമായിട്ട് വരാം. ചിൽഡ്രൻ ബൈ, ഗോഡ് ബ്ലസ് യു.